ട്യൂസ്ഡേ നൈറ്റ് എൻ്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ അച്ഛൻ കല്യാണം കഴിക്കാൻ വരെ വൈകിപ്പോയി. ഏറെക്കുറെ ഒരു 35-ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കണേ. അതിനുശേഷം പിന്നെ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോയിട്ടില്ല, നാട്ടിൽ തന്നെ കൂടി. അച്ഛൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ചായക്കട ഉണ്ടായിരുന്നു നാട്ടിൽ. അത് അച്ഛൻ അങ്ങ് ഏറ്റെടുത്തു. മെയിൻ പാചകക്കാരികൾ എൻ്റെ അമ്മയും എൻ്റെ അച്ഛമ്മയും തന്നെയായിരുന്നു. ഇഡലിയും ദോശയും ചട്നിയും ചമ്മന്തിയും ഉള്ളൊരു ചെറിയ കട. എന്നും രാവിലെ ഇഡലിയും ദോശയും കഴിച്ച് എനിക്ക് മടുപ്പായിരുന്നു. അല്ല പുട്ടോ ചപ്പാത്തിയോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. ചെറുതിലെ മടുപ്പെന്ന് തോന്നിയ പല കാര്യങ്ങളും വലുതാകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും അല്ലേ. ഇപ്പൊ ഇഡലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഉണ്ടാക്കി തരാൻ എൻ്റെ അമ്മ ഇവിടെ ഇല്ല. എന്നാൽ പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. 8 മണിക്കൂറിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി 10 മണിക്കാണ് വീട്ടിലെത്തണം. വന്നതും പോയി നോക്കിയത് രാവിലെ കലക്കി വെച്ച മാവ് വല്ലതും സെറ്റായോന്നാ. ഇവിടെ വിന്റർ ആയതുകൊണ്ട് മാവ് പൊങ്ങാൻ ലേശം ബുദ്ധിമുട്ടാണ്. മാവ് സെറ്റ്, എന്നാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. കുറച്ച് പരിപ്പെടുത്തിട്ട് വേവിക്കണം. നാട്ടിലെ പോലെ ഇവിടെ കഷ്ണങ്ങളൊന്നും കിട്ടത്തില്ല. മുറിച്ചു വെച്ച എല്ലാ വെജിറ്റബിൾസും നന്നായി കഴുകി വൃത്തിയാക്കി വെന്ത പരിപ്പിലോട്ട് ഇട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് ഒരു വിസിലും കൂടെ അടുപ്പിക്കണം. സാമ്പാറിൻ്റെ ബേസ് സെറ്റായി. ഇനി നമുക്ക് താളിച്ചിടണം. അതിനായി ഒരു ചെറിയ പാൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് വഴറ്റണം. ഇത് മൂപ്പായി വരുമ്പോഴത്തേനും കുറച്ച് സാമ്പാർ പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി അതും കൂടി ഇതിലോട്ട് ഒഴിക്കണം. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും 2 വറ്റൽമുളകും ഇടണം. ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലുണ്ടാവില്ല. അത് പറഞ്ഞിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസിലോട്ട് ഒഴിച്ച് നന്നായി ഇളക്കി തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെന്തുട്ടാ, അങ്ങോട്ട് കഴിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ.